ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. സമയം രാവിലെ 6 മണിയായി. 6:30 ആകുമ്പോ നമ്മുടെ ഫ്രണ്ട് ഗോവിന്ദങ്ങള് കാറ് റെന്റിന് എടുത്തിട്ട് നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് ഇവിടെ അടുത്ത് 2 എയർപോർട്ട് ഉണ്ട് കേട്ടോ. ഹനദ എയർപോർട്ടും അതേപോലെ തന്നെ നരീത്ത എയർപോർട്ടും. നമ്മൾ സ്ഥിരം നരീത്ത എയർപോർട്ടിലാണ് പോവാറ്. പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഹനദ എയർപോർട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ആ വഴി ബുക്ക് ചെയ്തതാണ്. അവിടെ എന്തൊക്കെയോ ട്രഡീഷണൽ ആയിട്ട് എന്തൊക്കെയോ കാണാനുണ്ടെന്ന് ഏതോ ഒരു ഫോറിനറിന്റെ വീഡിയോയിലൊക്കെ കണ്ടപ്പോ എനിക്കൊരു ആകാംക്ഷ അത് കാണണമെന്ന്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഹനദ എയർപോർട്ട് ആകുമ്പോൾ ഇവിടുന്ന് 1/2 മണിക്കൂറുള്ളൂ കേട്ടോ യാത്ര. ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റ് ആയി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ. വെള്ളിയാഴ്ച ആയിട്ടാണ് പോകുന്നത്. വ്യാഴാഴ്ച അപ്പൊ നല്ല വർക്കുള്ള ദിവസമാണ്. ചേട്ടനും വർക്ക് കഴിയാൻ ലേറ്റ് ആയി, എനിക്കും വർക്ക് ഉണ്ടായിരുന്നു. ഒരുവിധമൊക്കെ പാക്ക് ചെയ്ത് വെച്ചെങ്കിലും എനിക്ക് ചേട്ടൻ വന്നാലാണ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ജിക്കും കിച്ചും കാലത്ത് നേരത്തെ ഏറ്റവും നല്ല എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. പക്ഷെ ഇന്നലെ വരെ ജിക്കുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ജിക്കുവിന് എന്താ നാട്ടിലത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ജിക്കു? ഉറക്ക പറയേ. കല്യാണത്തിന് പോകാൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ആൾക്കാര് കൂടുന്ന സ്ഥലത്തൊന്നും പോകാൻ വലിയ താല്പര്യമില്ല. കിച്ചു എന്തിനാ നാട്ടിൽ പോണത്? ബേബിനെ കളിപ്പിക്കാൻ പോവാണോ? കൊറേ നാളായി പറയണോ അവിടെ ചേട്ടന്റെ മോളെ ടച്ച് ചെയ്യാൻ തോന്നണെന്നൊക്കെ. വീഡിയോ കോളിൽ കൂടെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിനാണ് കിച്ചു പോണത്. ബൈക്കിൽ കയറുമോ? ബൈക്കിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബൈക്കിൽ നിന്ന് ഇറങ്ങില്ല. ചേട്ടന്റെ കൂടെ ബൈക്കിൽ തന്നെ ഇറക്കിക്കോട്ടെ ഇറക്കില്ല. ഇവിടെ ബൈക്കൊന്നും ഇല്ലല്ലോ. കിച്ചുക്കുട്ടനും ജിക്കുവും നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ നാട്ടിലേക്ക് പോണത്. ജിക്കുവിനോട് ടിക്കറ്റ് എടുക്കേണ്ട സമയത്തൊക്കെ നാട്ടിലേക്ക് പോണ കാര്യം പറയുമ്പോൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു ജിക്കുവിന് പതുക്കെ നാടിനോടുള്ള ഇഷ്ടമൊക്കെ പോയി തുടങ്ങിയോന്ന്. പക്ഷെ പോണത് അടുപ്പിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പം നാട്ടിൽ പോയി തിരിച്ച് വന്നിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോണത്, സൗണ്ട് കൊടുക്കണതൊക്കെ. അപ്പം ജിക്കുവിനാണെങ്കിൽ നാട് നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ രണ്ടാളും തനി നാടൻ പിള്ളേരായി. ജിക്കുട്ടന് വർഷത്തിൽ 2 മാസമാണ് ലീവ് വരിക. ഒന്ന് ഓഗസ്റ്റിലും ഒന്ന് ഡിസംബറിലും. അപ്പം ഞങ്ങൾ മാറി മാറിയാണ് പോവാറ്. 1.5 കൊല്ലം എത്തുമ്പോഴാണ് നാട്ടിലേക്ക് പോവുക കേട്ടോ. ഇപ്പോൾ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഒട്ടും അഫോർഡബിൾ അല്ല. ഭയങ്കര റേറ്റാണ് കേട്ടോ. 4 ആൾ പോയി വരണമെങ്കിൽ നല്ല റേറ്റ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഹനദ എയർപോർട്ടിലെത്തി. ഗോവിന്ദങ്ങളിന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ കുറേ ഫോറിനേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹനദ എയർപോർട്ടിൽ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്നോ ഒക്കെ. അപ്പം അതൊക്കെ ചുമ്മാ കാണാമല്ലോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ ഈ എയർപോർട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ ചെക്ക് ഇന്നൊക്കെ ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് എന്തോ ഒരു അമ്പലം പോലെ എന്തൊക്കെയോ താഴെ നിന്ന് ഞാൻ കണ്ടു. പക്ഷെ അവിടേക്ക് പോകാനൊന്നും നമുക്ക് പറ്റിയില്ല കേട്ടോ. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ജിക്കും കിച്ചും കൂടി ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ എയർപ്ലെയിൻ പുഷ് ബാക്ക് ചെയ്യുന്ന ഒരു സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ട് ബാക്കിലേക്ക് പോകാൻ ഫ്രണ്ടിലായിട്ടൊരു കുഞ്ഞു വണ്ടി കണ്ടോ, ഇനിയാണെന്ന് തോന്നുന്നുണ്ട് പുഷ് ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഇവരുടെ കയ്യിൽ അങ്ങനത്തെ ടോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ എയർപ്ലെയിനിൽ യാത്ര ചെയ്യാത്തവർക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയണേ എന്ന് പലർക്കും തോന്നാം. അതുകൊണ്ട് ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു കാക്കയുടെ വലുപ്പത്തിൽ കാണുന്ന ഈ ഒരു സംഭവത്തിന് ഇത്രയും വലുപ്പം ഉണ്ടെന്ന് ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എയർപ്ലെയിനിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. പ്രത്യേകമായിട്ടൊന്നും തോന്നുമില്ല. ഇത് നമ്മൾ എയർപ്ലെയിനിലേക്ക് ഇതേ കടന്നു കഴിഞ്ഞു. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് 2 എയർ ഹോസ്റ്റേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തായ് എയർലൈൻസിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്കുള്ള ഇയർഫോൺസും അതേപോലെ തന്നെ ബ്ലാങ്കറ്റും ഒക്കെ അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിക്കും കിച്ചും അവിടെ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ. നമുക്കുള്ള ഫുഡ് വന്നു. ഹിന്ദു മീൽസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്മതി റൈസ് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടായിരുന്നു. മുകളിലൊരു നാൻ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഫുഡ് കിഡ്സ് മീൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് പറ്റിയ ഫുഡൊക്കെ തന്നെയായിരുന്നു. അവർക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ അവരെടുത്ത് കഴിച്ചു. അല്ലാത്തതൊക്കെ അവിടെ തന്നെ വെച്ചു. നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ടാവും കേട്ടോ, ഫ്രണ്ടിലത്തെ ചെയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ അതിലിങ്ങനെ മാപ്പ് എടുത്തപ്പോൾ നമ്മളിതാ എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്.
നമ്മുടെ കിച്ചുക്കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. കിച്ചുക്കുട്ടന് സെപ്പറേറ്റ് സീറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഉറങ്ങൽ കുറച്ച് കഷ്ടമാണ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റിട്ട് വാഷ്റൂമിലേക്ക് കയറിയതാണ്. വാഷ്റൂമിലേക്ക് കയറുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ടോയ്ലറ്റിൽ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ലൈറ്റൊക്കെ ഓൺ ആവും. ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ, അതിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലവും ടിഷ്യൂവും എല്ലാ സെറ്റപ്പും ഉണ്ടാവും. ഒരു ഇടുങ്ങിയൊരു സ്ഥലമാണ് കേട്ടോ. എനിക്കൊരു പേടിയാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ. ഇപ്പോൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖമൊക്കെ ആകെ ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി മുഖമൊക്കെ ഒന്ന് ശരിയാക്കി ലാൻഡിങ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ആകെ ഒരു കൂതറ കോലായിട്ടുണ്ടാവും. കിച്ചുകൂട്ടൻ അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ജിക്കു പക്ഷെ ഉറങ്ങാണ്ട് ഫുള്ള് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പറ്റിയ മലയാളം മൂവി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ചില എയർലൈൻസിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ മലയാളം മൂവീസ് ഉണ്ടാവും. അതിൻ്റെ റിമോട്ട് കൺട്രോളാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ ലാൻഡ് ചെയ്തു, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലത്തെ എയർ ഹോസ്റ്റസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തീരെ ചിരിക്കുകയും അങ്ങനെ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെരുമാറ്റം ഒന്നും ആയിട്ട് തോന്നിയില്ല. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ മെക്ഡി കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഒത്തിരി നേരം ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. അവസാനമായപ്പോൾ അവിടെ ഉള്ളവർ തന്നെ നമ്മുടെ ഫുഡും പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി തുടങ്ങി. പിന്നെ പാലാഴി കടഞ്ഞെടുക്കണ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ. അത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒത്തിരി പേര് അതിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, സെയിം എയർപോർട്ടിൽ. ഞങ്ങൾ വേറെ ഫ്ലൈറ്റിൽ, അവർ വേറെ ഫ്ലൈറ്റിൽ. പക്ഷെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത് ടോക്കിയോയിൽ. അങ്ങനെ അവരെല്ലാവരും തപ്പി കണ്ടുപിടിച്ചു. ഇനിയുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോവുക. യാദൃശികമായിട്ട് ഒരേ ദിവസത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തവരാണ് കേട്ടോ, അല്ലാണ്ട് പ്ലാൻ ചെയ്തൊന്നും എടുത്തതല്ല. ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത് എല്ലാവരും ഒരു ദിവസമാണ് പോണേന്ന്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ ഞങ്ങൾ മാത്രം ഒരു അബദ്ധം കാണിച്ച് വേറെ എയർപോർട്ടിൽ നിന്നാണ് ടോക്കിയോന്ന് പോകുന്നത്. എന്തായാലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഒരുമിച്ച് നാട്ടിലേക്ക് പോണത്. നല്ല രസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒട്ടും ബോറിങ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇവിടെ ആയാലും ഒരുമിച്ച് കളിക്കണവരൊക്കെ തന്നെയാണ്. എല്ലാവർക്കും തമ്മി അറിയണവരാണ്. അപ്പോൾ നമുക്കും കമ്പനി അടിച്ച് സംസാരിച്ചിരിക്കാം, കുട്ടികൾക്കായാലും ഒരുമിച്ചൊക്കെ കളിക്കാം. അങ്ങനെ രഞ്ജിത്ത് അങ്കിളിൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു. അപ്പോൾ ചോക്ലേറ്റൊക്കെ മേടിച്ച് ഞങ്ങൾക്കൊക്കെ തരികയാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ട്രാൻസിറ്റ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ബോറടിച്ച് എവിടെയെങ്കിലും തൂങ്ങി പിടിച്ചിരിക്കലും പിള്ളേരാകെ ബഹളാക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്രാവശ്യം ശരിക്കും അടിപൊളിയായി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനി നാട്ടിൽ പോകുമ്പോൾ ഇതേപോലെ പ്ലാൻ ചെയ്ത് പോകണം. എല്ലാവരും മക്കളുടെ വെക്കേഷനൊക്കെ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ടൈമിലാണ് പോവുക. സെയിം ടൈമിലാണ് കേട്ടോ. പക്ഷെ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറാണ് പതിവ്. ഇതെന്തായാലും അടിപൊളിയായി. അപ്പം എല്ലാവരും കൂടിയിട്ട് ഇനി ഗേറ്റ് തപ്പി നടക്കുകയാണ് കേട്ടോ അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള. മക്കൾസ് എല്ലാവരും നല്ല കളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരെ നോക്കി അവരുടെ പിന്നാലെ നടക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല സെറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ ടൈം ആയപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ. ഫുഡ് ടേസ്റ്റ് ഒന്നും അത്ര പ്രശ്നമില്ലായിരുന്നു കേട്ടോ. നല്ല ഫുഡ് തന്നെയായിരുന്നു. ഹിന്ദു മീലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്മതി റൈസും കറി അങ്ങനെയൊക്കെ ആയിരുന്നു. ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കൊച്ചിയിൽ എത്തിപ്പോയി. ഈ വീഡിയോ ഇടുന്നത് നാട്ടിൽ നിന്ന് തിരിച്ചെത്തി ഏകദേശം 1 മാസത്തിനോട് അടുത്തെത്തിയിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് ഭയങ്കര ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഒത്തിരി ലേറ്റ് ആയി പോയത്. പിന്നെ നാട്ടിൽ വെച്ചിട്ടും ഞാൻ അധികം സമയം ഇതുമ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അവരോടൊക്കെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.